നമസ്കാരം. എക്കാർട്ട് ടോളയുടെ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഈ ഗ്രേറ്റ് ബുക്കിൽ അവബോധം, വേദനയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന് വളരെയേറെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി, നമ്മുടെ സുഹൃത്താവാം, ഫാമിലി മെമ്പറാകാം, അങ്ങനെ ആരെങ്കിലും ആകാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇയാൾ വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറുന്നു. എക്കാട്ട് പറയുന്നത് അയാളുടെ ഉള്ളിലെ വഷളൻ ജന്തുവിനെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഈ വ്യക്തി ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരാളാണോ? എന്നെ ഇയാൾ ഇങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ഇയാൾക്ക് ഇങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഞെട്ടലോടുകൂടി ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരു വ്യക്തിയിൽ നിന്നും നമുക്കുണ്ടാകുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ കാലം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ കുറ്റബോധത്തോടെ നമ്മൾ ഓർത്തെടുക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ആ സമയത്ത് അയാളോട് അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് അത്രയും മോശമായിട്ട് അത്രയും പൊട്ടിത്തെറിക്കാനോ ആ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അത്രയും മോശമായിട്ട് ആ സാഹചര്യത്തിൽ പെരുമാറിയതെന്ന് ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് എക്കാർട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ഒരു പരാന്നഭോജികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തങ്ങളുടേതല്ലാത്തൊരു സ്ഥലത്ത് അതിക്രമിച്ച് കയറി ചെന്നിട്ട് ആതിഥേയനായിരിക്കുന്ന, ഇപ്പോൾ സസ്യങ്ങളിൽ തന്നെ പരാന്നഭോജികളായ സസ്യങ്ങൾ, ചില വള്ളിച്ചെടികൾ മരങ്ങളിൽ പടർന്ന് കയറിയിട്ട് ആ മരത്തിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് അവസാനം മരം ഉണങ്ങിപ്പോകും. അതായത് ആതിഥേയനായ ആ ആതിഥേയത വഹിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് പുഷ്ടിപ്പെട്ട് ജീവിച്ച് അവസാനം ആ ആതിഥേയനെ തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന ജീവികൾക്കാണല്ലോ നമ്മൾ പരാന്നഭോജികൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരെ കുറിച്ചൊക്കെ നമ്മൾ പരാന്നഭോജികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ വന്ന് താമസിച്ചു, നമ്മുടെ സമ്പത്തെല്ലാം ഊറ്റിയെടുത്ത് നമ്മളെ ഒന്നും അല്ലാതാക്കി കളഞ്ഞ് അതിക്രമവും അന്യായവുമാണ് പരാന്നഭോജികൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു പരാന്നഭോജിയാണ് നമ്മുടെ പെയിൻ ബോഡി അഥവാ വേദനാ ശരീരം. അങ്ങനെ ഒരു എനർജി ഫീൽഡ്, ഒരു ഊർജ്ജ മണ്ഡലം നമ്മളിൽ ജീവിക്കുന്ന കാര്യം എക്കാർട്ട് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. ഇത് ഇങ്ങനൊരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് നമ്മളിൽ ജീവിക്കുന്നുണ്ട്, ഒരു എൻറ്റിറ്റി നമ്മൾ ജീവിക്കുന്നുണ്ട് എന്ന് പോലും അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മൾ മനസ്സുമായി അത്രത്തോളം താതാത്മ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ മെഡിറ്റേഷൻ്റെ തലങ്ങളിലൂടെ, ധ്യാനത്തിൻ്റെ യാത്ര ആളുകൾക്ക് മാത്രമാണ് മനസ്സിനെ വേറിട്ട് നിന്ന് കാണുവാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളൂ. അവർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്തവർ അവൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തി മനസ്സായിട്ട് ജീവിക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ മനസ്സുമായിട്ടുള്ള താതാത്മ്യ ഭാവം ഈ വേദനാശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ശരിക്കും നമ്മളല്ല ജീവിക്കുന്നത്, നമ്മളിൽ ഒരു പെയിൻ ബോഡിയാണ് ജീവിക്കുന്നത്. അപ്പം ഈ പെയിൻ ബോഡിക്ക് രണ്ട് അവസ്ഥകളുണ്ട്, സുഷുപ്ത അവസ്ഥയുണ്ട്, സജീവ അവസ്ഥയുണ്ട്. മിക്കവാറും സമയങ്ങളിൽ അത് സുഷുപ്ത അവസ്ഥയിലായിരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചില വാക്കുകളോ നമ്മളോട് അടുത്ത് ഇടപഴകുന്ന ആളുകളുടെ ചിന്ത പോലും ആ പെയിൻ ബോഡി ആക്റ്റീവാക്കും. അപ്പോൾ ഈ പെയിൻ ബോഡിയുടെ പ്രവർത്തനമാണ് ഈ പറഞ്ഞ വഷളൻ ജന്തുവായിട്ട് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പെയിൻ ബോഡി നമ്മളിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മളിൽ സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ഇമോഷൻസ്, നമ്മളുടെ ഈ ലോകത്തിൻ്റെ ബോധശൂന്യമായ അവസ്ഥയാണ് അതിന് കാരണമെന്ന് എക്കാർട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളോട് ബോധശൂന്യതയുടെ തലത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ പെരുമാറുമ്പം നമ്മളിൽ അടിഞ്ഞുകൂടുന്ന സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലുമാണ് ഉറക്കുന്നത്. അതിൻ്റേതായ ഒരു ഊർജ്ജമണ്ഡലം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കിടക്കും. പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന മോശപ്പെട്ട അനുഭവങ്ങളെല്ലാം എന്ത് ചെയ്യും? വീണ്ടും ആ പെയിൻ ബോഡിയിലോട്ട് കൂടുതൽ വേദനകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഇങ്ങനെ അടങ്ങി കിടക്കുകയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പെട്ടെന്ന് പൊട്ടി പുറത്തേക്ക് വരുന്നതാണ് ഈ പെയിൻ ബോഡി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ വഷളൻ ജന്തുവിൻ്റെ ആ ഒരു അറ്റാക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, മറ്റുള്ളവരുടെ വ്യക്തികളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. എക്കാർട്ട് പറയുന്നൊരു കാര്യം, അത് മറ്റുള്ളവരിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ ആ വഷളൻ ജന്തുവിനെ അഭിമുഖീകരിക്കണം. അപ്പം നമ്മുടെ ഉള്ളിലെ ഈ വേദനാ ശരീരത്തെ
അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് മടിയാണ്. കാരണം നമ്മൾ മനഃപൂർവ്വം അതിനെ ഇഗ്നോർ ചെയ്ത് ഒരു പ്രത്യേക ഒരു സ്വപ്നാവസ്ഥയിൽ, ഒരു അബോധാവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ അവബോധത്തിൻ്റെ വെളിച്ചത്തെ ഇഷ്ടപ്പെടാത്ത ഈ വേദനാ ശരീരം നമ്മുടെ ശ്രദ്ധ ഒരിക്കലും അതിലേക്ക് വരുവാനായിട്ട് നമ്മളെ സമ്മതിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഈ പെയിൻ ബോഡിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ വേദനകൾ ആഗ്രഹിക്കും. അവർ എപ്പോഴും വേദനകളെപ്പറ്റി പറയാനും ജീവിതത്തിലെ വിഷമങ്ങളും അവരുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും വ്യസനങ്ങളും ബുദ്ധിമുട്ടുകളും ആവലാതികളും മാത്രം പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ലൈഫിൽ പെയിൻ ബോഡി 24 മണിക്കൂറും സജീവമായ അവസ്ഥയിലാണ്. അവർക്ക് അവർ പോലും അറിയാതെ അവരെ വേദനകളെയാണ് താലോലിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേദനകളാണ് ഇഷ്ടം. വേദനകളോടുകൂടി ഇരിക്കുന്നതിൽ ഒരു പ്രത്യേക മനസ്സുഖം കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ശരിക്കും ആനന്ദം സത്യത്തിൽ ആവശ്യമില്ല. അവർ പറയും എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം, എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ആ വേദനകളെയാണ് ഇഷ്ടപ്പെടുന്നത്. അവർ വേദനകളെപ്പറ്റി സംസാരിക്കാനും വേദനകളെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാനാണ് അവരിഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്ത് സംഭവിക്കും? കൂടുതൽ വേദനകൾ വരും. ഈ നമ്മൾ ജീവിക്കുന്ന ഈ പരാനഭോജിയായ ഈ പെയിൻ ബോഡിക്ക് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടെന്നും ഒരു പ്രത്യേക നിലനിൽപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഊർജ്ജമണ്ഡലമുണ്ട്. ഏക്കായിട്ട് പറയുന്നു, ഇത് കൂടുതൽ വേദനകളെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യും. കൂടുതൽ വേദനാജനകമായ സംഭവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെല്ലാവരും എന്താ ചെയ്യുക? 24 മണിക്കൂർ നമ്മളുടെ ജീവിതത്തിൽ 24 മണിക്കൂർ ഒരു അല്പസമയം മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തയ്യാറായിരിക്കണം. ഇതുപോലുള്ള മഹത്തരമായ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മഹത്തരമായ ഇത്തരം സംഭാവനകളോ സമ്മാനങ്ങളോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഗ്രേറ്റ് ബുക്സ് നമ്മൾ വായിക്കണം. ഇതിനെപ്പറ്റിയൊക്കെ അവെയറായാൽ മാത്രമല്ലേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കത്തുള്ളൂ എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. കാരണം ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നല്ലോ. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും അധിവസിക്കുന്ന നിഷേധപരമായ ഒരു ഊർജ്ജ ക്ഷേത്രമാണ് കുമിഞ്ഞുകൂടിയ വേദനാ ശരീരം. അതിനെ അതിൻ്റേതായ രീതിയിൽ ഒരു അദൃശ്യമായ അസ്തിത്വമായി നിങ്ങൾ കാണുകയാണെങ്കിൽ സത്യത്തോടെ നിങ്ങൾ വളരെ അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ചില വേദനാ ശരീരങ്ങൾ അസഹ്യത ഉളവാക്കുമെങ്കിൽ നിർത്താതെ കരയുന്ന ഒരു കുഞ്ഞിനെ പോലെ നിരുപദ്രവങ്ങളാണ്. മറ്റ് ചില വേദനാ ശരീരങ്ങൾ ക്രൂരത നിറഞ്ഞ വിനാശകാരികളായ ഭീമാകാരന്മാരാണ്, യഥാർത്ഥ രാക്ഷസന്മാർ. ചിലത് ശാരീരികമായും കുറച്ചധികം വൈകാരികമായും ആക്രമണ ഉത്സുകത ഉള്ളവയാണ്. ചിലത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും നിങ്ങളോട് അടുപ്പമുള്ളവരെയും ആക്രമിക്കും. മറ്റു ചിലതോ ആതിഥേയനായ നിങ്ങളെ തന്നെ ആക്രമിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുണ്ടാകുന്ന ചിന്തകളും വികാരങ്ങളുമെല്ലാം ആഴത്തിൽ നിഷേധപരവും ആത്മനാശകവും ആയിത്തീരും. ആ രീതിയിൽ അസുഖങ്ങളും അപകടങ്ങളും സൃഷ്ടിക്കപ്പെടും. ചില വേദനാശരീരങ്ങളോ അവയുടെ ആതിഥേയരെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നു. നോക്കൂ, ഇതിൻ്റെ എത്ര പ്രാധാന്യം നമ്മൾ ചിന്തിക്കണം. വേദനാശരീരം നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ വേദനയ്ക്കായി ആഗ്രഹിക്കും. നമ്മളൊരു ഇരയോ അല്ലെങ്കിൽ അതിക്രമിയോ ആയി മാറും. വേദനിപ്പിക്കാനോ സ്വയം വേദനിക്കാനോ അല്ലെങ്കിൽ അത് രണ്ടിനുമോ നമ്മൾ ആഗ്രഹിക്കും. വാസ്തവത്തിൽ അവ രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എല്ലാ വേദനകളും അന്തിമമായി ഒരു മിഥ്യയാണെന്ന് ആധ്യാത്മിക ബോധന രീതികൾ പ്രസ്താവിക്കുന്നു. ഇത് സത്യമാണെന്നാണ് എക്കാർട്ട് ടോളെ പറയുന്നത്. പക്ഷെ ചോദ്യം ഇതാണ്, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യമാണോ? വെറും വിശ്വാസം അതിനെ സത്യമാക്കുന്നില്ല. വേദനാശരീരത്തിനോ നിങ്ങൾ അതിനെ നേരിട്ട് നിരീക്ഷിക്കണമെന്നോ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണമെന്നോ ആഗ്രഹമില്ല. നിങ്ങളതിനെ നിരീക്ഷിക്കുകയും നിങ്ങളുടെ ഉള്ളിലുള്ള അതിൻ്റെ ഊർജ്ജക്ഷേത്രത്തെ അനുഭവിക്കുകയും നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ അതുമായിട്ടുള്ള നിങ്ങളുടെ താതാത്മ്യം മുറിഞ്ഞു പോകുന്നു. ബോധത്തിൻ്റെ ഒരു ഉയർന്ന മാനം നിലവിൽ വരുന്നു. ഞാൻ അതിനെ സാന്നിധ്യം എന്ന് വിളിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ തന്നെ ഏറ്റവും ആഴത്തിലുള്ള ശക്തിയെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. വർത്തമാനകാലത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് പ്രാപ്യമായിരിക്കുന്നു. ഈ വർത്തമാനകാലത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കാനുള്ള പ്രാപ്തിയാണ് നമ്മൾ ഓരോരുത്തരും പ്രഥമമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. പ്രസൻറ്റ് മൂമെൻറ്റ്, നമ്മളുടെ ഈ ജീവിക്കുന്ന ഈ വർത്തമാന നിമിഷത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കാനുള്ള പ്രാപ്തി നമുക്ക് ആർക്കും ഇല്ല. കാരണം നമ്മൾ നമ്മുടെ മനസ്സുമായിട്ട് അത്രത്തോളം
താതാത്മ്യപ്പെട്ടു പോയി. നമ്മളുടെ ഈ തിങ്കിങ് മൈൻഡുമായിട്ട് നമ്മൾ അത്രത്തോളം ഒട്ടിപ്പോയിട്ട് എപ്പോഴും ഈ പ്രസന്റ് മൂമെന്റിന്റെ ബ്യൂട്ടി, അതിന്റെ എനർജി എടുക്കാൻ കഴിയാതെ എപ്പോഴും പാസ്റ്റിലും ഫ്യൂച്ചറിലുമായിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാത്തത്. ആനന്ദത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് ഈ തോട്ട് പ്രോസസ്സാണ്, നമ്മുടെ ഈ തിങ്കിങ് മൈൻഡ്. മനുഷ്യന്റെ വേദനയുടെ സിംഹഭാഗവും അനാവശ്യമാണ്. നിരീക്ഷിക്കപ്പെടാത്ത മനസ്സ് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നിടത്തോളം കാലം അത് സ്വയംകൃതമാണ്. വർത്തമാനകാലത്തെ നിങ്ങൾ എത്രമാത്രം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവോ അത്രയും അധികം നിങ്ങൾ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിമുക്തരായിരിക്കുമെന്നാണ് എക്കാർട്ട് പറയുന്നത്. അമൂല്യമായ വർത്തമാന നിമിഷത്തെ അവഗണിക്കുകയും നിഷേധിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിൽ മാത്രം നിലനിൽക്കുന്ന അവാസ്തവമായ ഭാവിയിലെ ഏതോ നിമിഷത്തിലേക്ക് എത്താനുള്ള മാർഗമായി മാത്രം വർത്തമാന നിമിഷത്തെ നാം തരം താഴ്ത്തുമ്പോൾ സമയമാകുന്ന ചുമടിലേക്ക് നാം കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. സമഷ്ടിയുടെയും വ്യക്തിയുടെയും മനസ്സിലുള്ള സമയത്തിൻ്റെ ഈ കുമിഞ്ഞുകൂടലിൽ ഭൂതകാലത്തിൽ നിന്നുള്ള വേദനയുടെ അവശിഷ്ടവും വലിയൊരു അളവിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ഇനിയും വേദന സൃഷ്ടിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഭൂതകാലത്തെ വേദനയുടെ അവശിഷ്ടത്തിലേക്ക് ഇനിയും കൂട്ടിച്ചേർക്കണമെന്ന് ആഗ്രഹമില്ല എങ്കിൽ ഇനിയും സമയത്തെ സൃഷ്ടിക്കാതിരിക്കുക. വർത്തമാന നിമിഷം, ഈ പ്രസന്റ് മൂമെന്റ്, ഈ നിമിഷം മാത്രമാണ് നിങ്ങൾക്കുള്ളത് എന്ന് വളരെ ആഴത്തിൽ തിരിച്ചറിയുക. ഇപ്പോഴുള്ളതിന് സ്വയം സമർപ്പിക്കുക, ജീവിതത്തോട് ശരി എന്ന് പറയുക. പെട്ടെന്ന് ജീവിതം നമുക്കെതിരെയല്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയെന്ന് കാണാൻ കഴിയുമെന്നാണ് എക്കാർട്ട് പറയുന്നത്. അതിനെന്താ വേണ്ടത്? മെഡിറ്റേഷൻ മാത്രം. മനസ്സിൻ്റെ ആ പ്രവർത്തന രീതികളെ വീക്ഷിക്കുക. അതിലൂടെ നമുക്ക് അതിൻ്റെ പ്രതിരോധ രീതികളിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയും. ഇത് ബാഹ്യമായ അവസ്ഥകളിൽ നിന്നുമുള്ള ആന്തരികമായ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ ആന്തരിക ശാന്തിയുടെ പ്രഥമ ആസ്വാദനം നമുക്ക് നൽകും എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രസന്റ് മൂമെന്റിന്റെ ശക്തിയെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ വൈകാരിക വേദനകളും നമ്മുടെ ഉള്ളിൽ തുടർന്നും ജീവിക്കുന്ന അതിൻ്റെ ഒരു അംശത്തെ അവശേഷിപ്പിക്കുന്നത്. ആ വേദനകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ നേരത്തെയുള്ള കഴിഞ്ഞാല വേദനയുമായിട്ട് ഒന്നാവുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിലും ഉറയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിലും അധിവസിക്കുന്ന നിഷേധപരമായ ആ ഊർജ്ജക്ഷേത്രമാണ് നമ്മൾ പറഞ്ഞ ആ വേദനാ ശരീരം, അല്ലെങ്കിൽ നമ്മളിലുള്ള ആ ബാധ, ഭൂതം, എന്താ നമ്മുടെ ഭാഷയിൽ പറയുക, ആ വേദനാ ശരീരത്തെ അതിനെ അതിൻ്റെതായ രീതിയിൽ ഒരു അദൃശ്യമായ അസ്തിത്വമായി നിങ്ങൾ കാണുകയാണെങ്കിൽ സത്യത്തോട് നിങ്ങൾ വളരെ അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.